ഹലോ വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും ഒരേ കാലാവസ്ഥ പിന്നെ യുദ്ധം ഒക്കെ നടക്കുന്ന ഒരു ഇയർ 2026. അപ്പം മുന്നേ പറഞ്ഞിട്ടുണ്ടായിനി 2026 വല്ലാത്തൊരു എന്താ പറയാ ഇയർ ആണ്. ഇൻസ്റ്റയിലെല്ലാം അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ബി അവെയർ ആവാ. കാരണം യുദ്ധമായോണ്ട് നമുക്ക് സാധനമൊന്നും ഇന്ന് കിട്ടൂല. ലൈക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പം ഹോട്ടലിൽ തന്നെ കുറെ സ്ഥലത്ത് ഹോട്ടൽ പൊട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ബി അവെയർ. കയ്യിലുള്ള സാധനം അങ്ങനെ പൈസ ആയാലും ഗ്യാസ് ആയാലും എല്ലാം സൂക്ഷിച്ച് യൂസ് ചെയ്യാം. ഇപ്പൊ പൈസന്റെ കാര്യമായാലും ശരി, പൈസ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എമർജൻസി വന്നാൽ പൈസ ഒട്ടും എടുക്കാനുണ്ടാവില്ല. അപ്പം നമ്മൾ കുറച്ച് സേവിങ്സ് ആയിട്ട് വെക്കാം. അപ്പം എന്താ പറയാ, കിട്ടുന്ന പൈസ എല്ലാം നമുക്ക് എന്തായാലും മുതലാവില്ല. കാരണം ഒരു ഫാമിലിയിൽ ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ പൈസ ഉള്ളിടത്തോളം കാലം നിങ്ങൾ അതെന്ത് ചെയ്യുക, സേവിങ്സ് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലിടാം, അല്ലെങ്കിൽ നിങ്ങളെ കൈമത്തന്നെ വെക്കുക. വീട്ടിൽ വെക്കുന്ന സേഫ് അല്ല. കാരണം വീട്ടിൽ വെച്ചാൽ നമ്മൾ അറിയാണ്ട് തന്നെ യൂസ് ചെയ്ത് പോകും. അക്കൗണ്ടിലാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ജിപേയിലും അങ്ങനത്തെ ഒരു ഇതിലും അല്ല, ബാങ്കിൽ തന്നെ പോയിട്ട് ഡയറക്റ്റ് ATM ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം എന്താ പറയാ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പം കാലാവസ്ഥ ഒരു ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ റൂമിൽ തന്നെ പോകാൻ പറ്റുന്നില്ല. അപ്പുറത്തെ റൂമിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയാൽ തന്നെ വല്ലാത്ത ചൂടാണ്. അപ്പം എന്താ പറയാ, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. ഞാൻ അങ്ങനെ സ്വെറ്റ് ചെയ്യാത്ത ഒരു ആളാണ്. എനിക്ക് അങ്ങനെ വേഗമൊന്നും വേർക്കൂല. പിന്നെ ഞാൻ വെള്ളം കുടിക്കുന്ന പൊതുവേ കുറവാ. പക്ഷെ ഈ ഒരു ക്ലൈമറ്റിന് വെള്ളം എന്താ പറയാ, നല്ലോണം വെള്ളം കുടിച്ചൊരു സൈഡായി. പിന്നെ എന്താന്ന് വെച്ചാല് അങ്ങനെ കുറെ സെക്യൂംസ്റ്റാൻസസ് ഉണ്ട്. അപ്പം എല്ലാരും വെള്ളം കുടിക്കുക, ഗ്യാസ് പതിയെ യൂസ് ചെയ്യുക. പിന്നെ എന്താ പറയാ, പൈസ ഒക്കെ ഒന്ന് സേവിങ്സ് ആയിട്ട് വെക്കാം. അപ്പം എന്താ പറയാ, ഇപ്പൊ കുറെ ആൾക്ക് സൺബേൺ ആയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. സോ ബി കെയർഫുൾ. ചൂടുകാലത്ത് അമിതമായി എന്താ പറയാ വണ്ടിയിൽ പോവാണ്ടിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇപ്പം എന്താ പറയാ, ഞാനെന്ന് പറഞ്ഞാല് എന്റെ കഴിഞ്ഞ ഏപ്രിൽ 16 എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും മോശപ്പെട്ട ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ ബർത്ത്ഡേ. ബിക്കോസ് എനിക്ക് എന്റെ ഓരോ ബർത്ത്ഡേസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ ഈ ബർത്ത്ഡേ അൺഫോർച്ചുനേറ്റ്ലി ഐ ഫെൽറ്റ് വെരി ബാഡ്. കാരണം എനിക്ക് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഒട്ടും ശരിയായില്ല. തലേന്ന് അതുകൊണ്ട് എന്തോ ഒരു പടച്ചോനൊരു ഇതുകൊണ്ട് തലേന്ന്, അതായത് ഏപ്രിൽ 16 എന്റെ ബർത്ത്ഡേ. അപ്പം സാമ ചോദിച്ചു എന്താ ഗിഫ്റ്റ് വേണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ന്യൂട്ടൽ അല്ല, കിൻഡർ ബ്യൂണോ എന്നൊരു ഡെസേർട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടിട്ട് നമുക്ക് ഇഷ്ടമായപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ബർത്ത്ഡേക്ക് ഇത് ഗിഫ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എൻക്വയറി ചെയ്ത് നോക്കിയപ്പോ അത് ഷോപ്പായിട്ടല്ല, വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ ഉണ്ടാക്കിയിട്ട് സെല് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സാധനം മേടിച്ചിട്ട് തിന്ന് ഇറ്റ് വാസ് ഗുഡ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കിൻഡറിന്റെ ചോക്ലേറ്റുകൾ മേലെ വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ട് ആയിരുന്നു. കേക്ക് പോലത്തെ അടിയിൽ കേക്കും മേലെ വൈറ്റ് ചോക്ലേറ്റും ബ്ലാക്ക് ചോക്ലേറ്റും മിക്സ് ആയിട്ടുള്ള. അപ്പൊ അതായത് ഞങ്ങൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് സാമ തന്നെ. എന്നോട് ചോദിച്ചാൽ എന്താ വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്കിത് മതി. ഡെസേർട്ടിനോട് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അങ്ങനെ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്റെ ബർത്ത്ഡേന്റെ അന്ന് അന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എനിക്ക് ബോഡിക്ക് എന്തോ പറ്റാത്ത. ഞാൻ കാരണം തലേന്ന് ഞാൻ കുറേ ചിക്കൻ തിന്നിട്ടുണ്ടായി. ചിലപ്പോ എനിക്ക് ചിക്കൻ പറ്റുന്നുണ്ടാവില്ല. കാരണം എനിക്ക് ചിക്കൻ ഇപ്പൊ തിന്നാല് ഭയങ്കരമായിട്ട് ചൊറിച്ചിലെടുക്കും സ്കിന്നെല്ലാം. മുന്നേ എന്റെ വീട്ടിലുള്ള സമയം എനിക്ക് ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഡയറിയ വന്ന് ഭയങ്കര ലൂസ് മോഷന്, ഡയറിയ ഒന്നും ചെയ്യാൻ പറ്റും. നമുക്ക് അറ്റ്ലീസ്റ്റ് പുറത്ത് വരെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. ലാസ്റ്റ് നമ്മൾ പുറത്ത് എങ്ങനെയും പോയി ഇറങ്ങി 2 മനസ്സ് വെച്ചിട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് വല്ലാണ്ട് ലൂസ് മോഷനും ഇതെല്ലാം വയറുവേദന എല്ലാം ആയിട്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഐ ഫെൽറ്റ് വെരി ബാഡ്. കാരണം ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ നമുക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഇവിടേക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ കുറെ വിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും വാട്സാപ്പിലും. അപ്പം എന്താ പറയാ, അപ്പോ ഇറ്റ്സ് ഓക്കെ. ബർത്ത്ഡേ എനിക്ക് ഇഷ്ടമായിട്ടില്ല. എന്തോ ഒരു വല്ലാത്തൊരു ഓക്കേർഡ് സിറ്റുവേഷൻ ആയിരുന്നു. സോ എല്ലാവരും ഈ ഒരു ക്ലൈമറ്റ് കാണും വെള്ളം കുടിക്കാൻ. ഇപ്പൊ ഞാന് മുറിയിൽ ഫാനൊന്നും ഇട്ടിട്ടില്ല. കാരണം അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇതാവും വെച്ചിട്ട്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഫേസ് കാണാൻ പറ്റും. ഫുള്ള് ഞാൻ സ്വെറ്റ് ചെയ്യുന്നുണ്ടോ. അതാ പറഞ്ഞത് ഈ ഒരു ക്ലൈമറ്റ് നിങ്ങൾ മാക്സിമം. ഞാൻ എന്താ പറയാ, ഇവിടുന്ന് സാമനൂടെ വന്ന ശേഷം ഞാൻ ഫുൾ ടൈം ചൂടുവെള്ളത്തിലെ കുളിക്കല്. മുന്നേ ഞാൻ എന്റെ വീട്ടിലുള്ള സമയം ഞാൻ കോൾഡ് വാട്ടറിലെ കുളിക്കും. കാരണം അമ്മ ചൂടുവെള്ളം വെക്കാൻ വിടില്ല. അവിടെ എന്റെ വീട്ടിൽ അടുപ്പൊന്നുമില്ല. ഇവന്റെ വീട്ടിൽ അടുപ്പുള്ളതുകൊണ്ട് ഇവന്
ഇവനക്ക് പിന്നെ ചൂടുവെള്ളം തന്നെ വേണം. അപ്പൊ ഞാൻ അങ്ങനെ ശീലമായി, എനിക്ക് ചൂടുവെള്ളം വേണം ശീലമായോണ്ട് പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കല്. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു മതി, ഞങ്ങൾക്ക് ഈ ഒന്നാമത് ചൂട് ക്ലൈമറ്റ്, അതിന്റെ കൂടെ പിന്നെയും ചൂടുവെള്ളം കുളിക്കുമ്പോൾ നമ്മുടെ ബോഡി വളരെ, നമുക്ക് ഉറങ്ങാൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ മാക്സിമം കോൾഡ് വാട്ടർ തന്നെ കുളിക്കുക. ഇപ്പൊ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ. അപ്പം ചില ആൾക്ക് എന്താ പറയാ, വയറ്റുന്നെല്ലാം പോവും, ഡയറിയ, ചിക്കൻ കഴിച്ചാല്. അപ്പോ എല്ലാവരും ഒന്ന് സൂക്ഷിക്കാം. എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോൾഡ് വാട്ടറിൽ തന്നെ ഇപ്പൊ കുളിക്കല്, അതുകൊണ്ട് പിന്നെ വലിയ ഇഷ്യൂ ഇല്ല. സോ എല്ലാവരും അവെയർ ആയിട്ടിരിക്കുക. താങ്ക് യു.